ഹലോ, ദിസ് ഇസ് നിതിൻ സർ. പീരീഡ്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഡിസ്കസ് ചെയ്യാനുള്ള ഈ സീരീസിലെ വീഡിയോ നമ്പർ 1 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഡൈനാബോൾ. അപ്പോൾ ഡൈനാബോളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഏത് സമയത്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര നാൾ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഡൈനാബോളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൈനാബോളിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഗെയിൻ, വളരെയധികം ജിമ്മിൽ സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു സാധനമാണ്. എൻ്റെ കട്സ് നമുക്ക് കൂടുതൽ നേരം വലിയ ഫെറ്റീഗ് ഇല്ലാതെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മസിൽ ഫുൾനെസ്, നമുക്ക് ആ ഒരു എന്താ പറയുക, പമ്പ് ഫീൽ ചെയ്യും. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്രൗൺനെസ്, നമുക്ക് നെറുകി നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ, ഇതെല്ലാം തരാൻ ഡൈനാബോളിന് പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല മൂഡ് തരാൻ ഡൈനാബോൾ ഒരു ഫീൽ ഗുഡ് ഫീലിംഗാണ്. നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡ് പോലുള്ള ചില പീരീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമ്മുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യാൻ, റൈറ്റ് ഡോസേജിലാണെന്നുണ്ടെങ്കിൽ ലിബിഡോ ഇൻക്രീസ് ചെയ്യാൻ ഡൈനാബോളിന് പറ്റും. പിന്നെയുള്ള ഡൈനാബോളിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് കൂട്ടാൻ സഹായിക്കും. പിന്നെ നമ്മുടെ റിക്കവറി ഫാസ്റ്റർ ആക്കും. ഇനി ഡൈനാബോളിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡൈനാബോൾ മെയിനായിട്ട് എല്ലാവർക്കും അറിയാം, വാട്ടർ ടെൻഷൻ കൂട്ടുന്നു, നമ്മുടെ ഹെയർ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാട്ടർ ടെൻഷൻ കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ ഹൈ ആകും, അത് നമുക്ക് ഹാർട്ടിന് സ്ട്രെസ് ഉണ്ടാക്കും, അപ്പോൾ ഹേർട്ട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഹെപ്പാറ്റോക്സിക് എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മുടെ ലിവറിൽ മെറ്റബോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് ലിവറിന് സ്ട്രെസ് ഉണ്ടാകും. ബോഡി ഹെയർ കൂടാൻ സാധ്യതയുണ്ട്, നമ്മുടെ വോയിസിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാകാൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു സാധനമാണ് ഡൈനാബോൾ. ആക്നെ ഉണ്ടാകും നമുക്ക്. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള കണ്ടുവരുന്ന മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസോംനിയ, നമ്മുടെ ഉറക്കത്തെയും അഫക്റ്റ് ചെയ്യും ചില ആൾക്കാരിൽ ഡൈനാബോൾ. പിന്നെ ഡൈനാബോൾ എങ്ങനെ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനാബോൾ നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിൽ ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലത്. പിന്നെ ചില ആൾക്കാർ ഡൈനാബോൾ 2 നേരം 3 നേരമൊക്കെ കഴിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പരമാവധി അത് 1 നേരം മാത്രം കഴിക്കുക. നിങ്ങളിപ്പോൾ രാവിലെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ രാവിലെ വർക്കൗട്ടിന് മുമ്പ് കഴിക്കുക, വൈകിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ആ വർക്കൗട്ടിന് മുമ്പ് വൈകിട്ട് മാത്രം കഴിക്കുക. ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് മണിക്കൂറത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി സമയത്ത് ബോഡിക്ക് ഈ പറയുന്ന പോലത്തെ ഒരു ലിവർ ടോക്സിസിറ്റിയും ബാക്കിയുള്ള സ്ട്രെസ്സുകളും ഒന്നും അതിൽ നിന്നൊരു ചെറിയൊരു ഷോർട്ട് ടൈം ബ്രേക്ക് എടുക്കാൻ പറ്റും. അത് നമുക്ക് കുറച്ച് കൂടുതൽ കാലം ഡൈനാബോളിൽ നിന്ന് സൈഡ് എഫക്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ നമ്പർ 2 ആയിട്ട് നമുക്ക് നാളെ കാണാം. ചെയ്യാം.